അന്നുമിന്നും ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്. അവർക്ക് പകരമായി ആരുമില്ല. ശരിയല്ലേ? തെന്നിന്ത്യൻ സിനിമയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത താരമാണ് കവിതാരഞ്ജിനി എന്ന ഉർവശി. 4 സഹോദരങ്ങളാണ് ഉർവശിക്കുള്ളത്. കലാരഞ്ജിനി, കൽപ്പന, കമൽ റോയ്, പ്രിൻസ്. 4 പേരും സിനിമാ താരങ്ങളായിരുന്നു. തൻ്റെ 8ാം വയസ്സിൽ അഭിനയ മേഖലയിലേക്ക് കടന്നുവന്ന താരമാണ് ഉർവശി. 1978 റിലീസ് ചെയ്ത വിടരുന്ന മുട്ടുകൾ എന്ന ആദ്യ ചിത്രത്തിൽ സഹോദരി കൽപ്പനയ്ക്കൊപ്പം താരം പ്രത്യക്ഷപ്പെട്ടു. കൽപ്പനയുടെ ആദ്യ ചിത്രവും ഇതുതന്നെയായിരുന്നു. അതിനുശേഷം 1979 കതിർമണ്ഡപം എന്ന ചിത്രത്തിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു. 1980 ശ്രീവിദ്യയുടെ ഡാൻസ് സ്റ്റുഡൻസ് ദിഗ്വിജയം എന്ന സിനിമയിലും അഭിനയിച്ചു. നിലവുകൾ മറയുവതില്ലേ എന്ന തമിഴ് ചിത്രത്തിലും ബാലനടിയായി പ്രത്യക്ഷപ്പെട്ട താരം ആ ചിത്രം റിലീസാകാതെ വരികയും പിന്നീട് തന്റെ 13ാം വയസ്സിൽ നായികയായി അരങ്ങേറുകയും ചെയ്തു. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന ചിത്രത്തിലായിരുന്നു അത്. 1983 ഷൂട്ടിംഗ് പൂർത്തിയായ ചിത്രം റിലീസ് വൈകിയാണ് പുറത്തിറങ്ങിയത്. താരം നായികയായി റിലീസായ ആദ്യ ചിത്രം 83 റിലീസ് ചെയ്ത ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താണി മുഡ്സ് ആയിരുന്നു. താരത്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു ആ ചിത്രം. 1985 മുതൽ 95 വരെയുള്ള കാലഘട്ടം മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നായികയായി ഉർവശി തിളങ്ങി. 500-ലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച താരം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും തിളങ്ങുകയുണ്ടായി. ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങൾ ഉർവശി കഥയെഴുതിയതാണ്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിന്റെ നിർമ്മാതാവും ഉർവശി തന്നെയാണ്. 5 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി കരസ്ഥമാക്കി. 1 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിച്ചു. 2006 മികച്ച നടിക്കുള്ള അവാർഡ് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഉർവശി നേടിയെടുത്തു. ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അമ്മയായും സഹോദരിയായും കാമുകിയായും ഭാര്യയായും വേലക്കാരിയും ഒക്കെ ഉർവശി സിനിമയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം എക്കാലത്തെ മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ കൂട്ടത്തിൽ ആദ്യ പേരുകളിലൊന്നായി തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരെ ഒന്നടങ്കം ആകർഷിക്കാനുള്ള കഴിവ് ഉർവശിയെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ട്. തനിക്ക് അഭിനയിക്കാൻ ഏറെ പ്രയാസമുള്ളത് പ്രണയരംഗങ്ങളാണെന്ന് ഉർവശി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്നു ജയറാമും ഉർവശിയും. നിരവധി സിനിമകളിൽ നായിക നായകന്മാരായി ഇരുവരും പ്രത്യക്ഷപ്പെടുകയും അവയെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നടന്റെ നായികയായിരുന്നില്ല എന്നും ഞാൻ സംവിധായകരുടെ ഹീറോയിനായിരുന്നുവെന്നും അതുകൊണ്ട് അതുമാത്രം നോക്കിയാൽ മതി എനിക്ക് എന്നും മുൻപ് ഉർവശി പറഞ്ഞത് ഏറെ വൈറലായിരുന്നു. എന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ആ പടത്തിന് ഗുണമുണ്ടാകണം എന്ന ചിന്തയല്ലാതെ ആ സിനിമ കൊണ്ട് എനിക്ക് മാത്രം ഗുണമുണ്ടാകണമെന്ന് ചിന്തിച്ച് ഒരു സിനിമയിലും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഹീറോയിൻ ആയിരുന്നില്ല ഞാൻ എന്നും ഉർവശി പറഞ്ഞിരുന്നു. മലയാളത്തിൽ എത്ര ലേഡി സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായാലും ഉർവശി എന്ന താരത്തിന് പകരമായിരിക്കുവാൻ അവർക്ക് ആർക്കും എന്റെ കാഴ്ചപ്പാടിൽ കഴിയില്ല എന്ന് മുൻപ് മഞ്ജു പിള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉർവശിയുടെ 700ാമത് സിനിമയായ തമിഴ് ചിത്രം അപ്പാത്ത സംവിധാനം ചെയ്ത മലയാളിയുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ്. മുംബൈയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ചലച്ചിത്രമേളയിൽ ആദ്യം പ്രദർശിപ്പിച്ച ചിത്രവും അപ്പാത്തയായിരുന്നു. ഒരുപാട് പുരസ്കാരങ്ങൾ ഈ സിനിമ നേടി. പ്രിയദർശൻ ഉർവശിയെ വാഴ്ത്തിയിട്ടുള്ളത് ലേഡി മോഹൻലാൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നായികയും ഉർവശി തന്നെയാണ് എന്ന് പ്രിയദർശൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 700 സിനിമകൾ പിന്നിട്ട ജൈത്രയാത്ര തുടരുന്ന ഉർവശി ഉള്ളൊഴുക്കെന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ച് അധികം നാളുകളായിട്ടില്ല. ഇപ്പോഴും തമിഴ് സിനിമകളിലെ വളരെ സജീവമായി ഉർവശി അഭിനയിക്കുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട റോളുകളിൽ. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ ഉർവശിയുടെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന സിനിമകളാണ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കൂടി നേടിയാൽ, അതായത് പണ്ട് ഉർവശി അവാർഡ് എന്ന് വിളിക്കപ്പെടുന്ന പുരസ്കാരം മാത്രമാണ് ഇനി ഉർവശിക്ക് കിട്ടാനുള്ളത്. അതുകൂടി കിട്ടിയാൽ ഇന്ത്യയിൽ ഉർവശി നേടാത്ത സിനിമാ പുരസ്കാരങ്ങൾ ഒന്നുമില്ലെന്ന് പറയാം. ഉർവശിക്ക് ഉടനെ ആ ഉർവശി അവാർഡ് ലഭിക്കട്ടെ. ആ പുരസ്കാരം പോലും ആ അഭിനയ തികവിന് അധികമാവില്ല. കാരണം ഉർവശിയാണ് ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച അഭിനേത്രി. ശരിയല്ലേ?